ഈ കാര്യം ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. ആ ബോധ്യമായ സാഹചര്യത്തിലാണ് ഞാൻ തന്നെയാണ് അങ്ങനെ ഒരു ഇത് ഡയറക്റ്റ് ബോർഡിൽ പറഞ്ഞത്. ഡയറക്റ്റ് ബോർഡിൽ 27 അംഗങ്ങളുണ്ടായിരുന്നു. അല്ല, 27 അംഗങ്ങൾ ആകെ ഉള്ളത്. അതിൽ 26 പേരും ഹാജരായിരുന്നു. ആ 26 പേരും ഒരേ മനസ്സോടെ നമ്മുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയൊരു ചർച്ചയ്ക്ക് ഇങ്ങനെ അത് സൗഹാർദ്ദത്തിനൊന്നും കുറവില്ല. SNDP നല്ല സൗഹാർദ്ദത്തിൽ പോകും, വ്യക്തിപരമായിട്ടും അവരുമായിട്ടൊക്കെ സഹകരിച്ചു പോകും. പക്ഷേങ്കിൽ ഐക്യം എന്നുള്ള ഒരു കാര്യം അടഞ്ഞ അധ്യായമാണ്. അതവരുടെ അഭിപ്രായം. ഇവിടെ അങ്ങനെ തട്ടിയും മുട്ടിയൊന്നുമില്ല. എന്താ അതെനിക്ക് അറിഞ്ഞൂടാ. അത് അവരോട് ചോദിക്കണം, എന്താ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നടക്കുമെന്ന് പറയുന്നവരോട് നമ്മളെന്നാ പറയാനാ? കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആര് ഞങ്ങൾ പറഞ്ഞു ആണല്ലോ, കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ ഈ 2 പോളിസി നടപ്പാകുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വന്നു. അപ്പോൾ അത് അവിടെ അവസാനിപ്പിച്ചു. കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചിരുന്നു, ഞാൻ വരാം, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ടും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നത്. ഒറ്റ പ്രാവശ്യം വിളിച്ചോളൂ, ഞാനങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ചർച്ച ചെയ്യുന്ന കാര്യത്തെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. ഈ ഐക്യത്തെ പറ്റി പോലും ഒന്നും പറഞ്ഞില്ല. ഞാനങ്ങോട്ട് വരാം എന്നാ പറഞ്ഞത്. ഐക്യത്തിന് ഇനി സാധ്യതയുണ്ട്. വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ വരികയാണെങ്കിൽ സ്വീകരിക്കുമോ? ശരി, എന്താ ഈ പറഞ്ഞത്? ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ. ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദം നടപ്പാകുകയില്ല ഈ ഐക്യം കൊണ്ട് എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ സമീപനമാണ്. ഈ 2 കാര്യവും ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്. അല്ലാതെ ആരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. അതേ സമയത്ത് SNDPയുമായിട്ടും നല്ല ഐക്യമല്ല, സൗഹാർദ്ദത്തിൽ പോകും. അല്ല, ഞങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെ വെച്ചാൽ പിന്നെ ചർച്ചയ്ക്ക് ഇത്രയും ഭൂകമ്പം ഇളകിയിട്ടും ഉണ്ടായിട്ടും ഒരു ചർച്ച എന്ന് പറയുന്നത് നടന്നില്ലല്ലോ, ഇല്ലേ? ആ ചർച്ചയ്ക്ക് വേണ്ടി വളരെ ലേറ്റായിട്ടാണേലും വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. എനിക്ക് ഇവരെ പറ്റി വ്യക്തിപരമായ ഒരു യാതൊരു എതിർപ്പുമില്ല. ആ ആള് എന്ത് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പദ്ധതി നടപ്പാകുകയില്ല ഈ പറഞ്ഞ 2 കാര്യം. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട